അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ ഇൻ ദ സെൻസ്, ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു പറയണോ വേണ്ടയോ, പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആൾക്കാർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ ഏകദേശം ഒരു 20 days ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, ഉടനെ നല്ല ചൂടായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഈ ഒരു കാര്യം ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു 2025 ഞാൻ അധികം വീഡിയോസ് എനിക്കിടാൻ പറ്റിയില്ല. 2026 ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ വീഡിയോ ഇടും എന്നാണ്. പക്ഷെ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ പറയുകയാണ്, എനിക്ക് 2025 അല്ലെങ്കിൽ 2024 പോലെ അല്ലാണ്ട് 2026 കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് എനിക്ക് ഇടപെടണം എന്ന് ആഗ്രഹം ഉണ്ട്. പക്ഷേ നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും 2026 എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടായിരിക്കും യൂട്യൂബിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 2026 ഒരു കാര്യമല്ല, 2025 എനിക്ക് ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ്. കൂടുതൽ ഞാൻ കാര്യങ്ങൾ ഇൻട്രോ പറഞ്ഞ് കുളമാക്കുന്നില്ല. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നീ നമ്മൾ ജീവിതത്തിൽ നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു 3 ദിവസം മുമ്പ് നടന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ജേർണി പോയ കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നേ വരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇന്ന് ഞാനൊരു നെഗറ്റീവ് കാര്യമാണ്, പക്ഷെ അതിൽ നിന്ന് ഞാൻ പോസിറ്റീവ് കാര്യം എന്ത് ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് നടന്നത് 2025 2025 വർഷം എല്ലാവരെ പോലെ തന്നെ തട്ടിമുട്ടി വലിയ കുഴപ്പമില്ലാണ്ട് ഡിസംബർ വരെ എത്തിച്ചൊരു വ്യക്തിയാണ്. ആൻഡ് ഡിസംബറിൽ എനിക്കൊരു പണി കിട്ടി. അതിനെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. കാത്തിരുന്ന് കിട്ടിയ ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ ഇറ്റലി പോകുന്നു. ഇറ്റലി പോയതിൻ്റെ എനിക്ക് തോന്നുന്നു 3ാമത്തെ ദിവസമായിരുന്നു. 2ാമത്തെ ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ വന്നത്. അപ്പം ബർത്ത്ഡേ ദിവസത്തെ മാത്രം തലേദിവസമായപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് വെറ്റിക്കാൻ സിറ്റി പോവാം, അവിടെ പോപ്പിനെ കാണാൻ പറ്റുമോ നോക്കാം. ആ സമയം പോപ്പ് അവിടെ ഉണ്ടായിരുന്നു, അതാണ് പ്രത്യേകത. കോയിൻസൈഡ് ചെയ്തു ക്രിസ്മസ് ആയതുകൊണ്ട്. അപ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ഈ ടി വിയിൽ മാത്രമല്ലേ പുള്ളിക്കാരനെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ന്യൂസിൽ കാണുന്നു, പുതിയ പോപ്പും കൂടെ ആണല്ലോ. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മിക്സഡ് ഇമോഷൻസ് ആയിട്ട് ആണ് ഞാൻ ബർത്ത്ഡേയുടെ തലേദിവസം എന്ന് വെച്ചാൽ 19th December രാത്രി ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ ആണ്. ഇന്ത്യയിൽ ഓൾറെഡി ബർത്ത്ഡേ ആയി. എനിക്ക് കോൾസും മെസ്സേജസും ഒക്കെ വരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബിലാണല്ലോ നമ്മൾ ബർത്ത്ഡേക്ക് നമ്മൾ എണീക്കുന്നത്. പോസിറ്റീവ് വൈബിൽ നമ്മൾ എണീക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു. ആ ദിവസം മൊത്തം നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ലായിരുന്നു. നമ്മൾ പോപ്പിനെ കാണുന്നു, കറങ്ങുന്നു, വെറ്റിക്കാൻ സിറ്റി കാണുന്നു, മ്യൂസിയം അതും ഇതൊക്കെയുണ്ട്. നമുക്ക് പിന്നെ പണ്ടേ മ്യൂസിയം, ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊന്നും കാണാൻ വലിയൊരു വെളിയിൽ നിന്ന് കാണാൻ സന്തോഷം എന്നല്ലാണ്ട് അകത്ത് പോയി ഒരു 4-5 മണിക്കൂർ കറങ്ങി അതിനുള്ളൊരു ത്രാണി നമുക്ക് രണ്ടുപേർക്കും ഇല്ല. പിന്നെ കുഞ്ഞിനെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്, ബിക്കോസ് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പോയില്ല. റൂമിലാണ് നമ്മൾ താമസിച്ചത് ഇറ്റലിയിൽ. റൂമിൽ തിരിച്ച് വൈകുന്നേരം ഭയങ്കര ടയേർഡായിരുന്നു. വെച്ചാൽ ഒരുപാട് നടന്നു, ഇടയ്ക്ക് കുറച്ച് ജെലാറ്റോ ഐസ്ക്രീമൊക്കെ കഴിച്ചുവെങ്കിലും ഒരു 5 o'clock 6 o'clock ആയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ
നമ്മൾ എയർബിഎൻബിയിലാണ് സ്റ്റേ ചെയ്തത്. നല്ലൊരു എയർബിഎൻബി ആയിരുന്നു, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു എയർബിഎൻബി ആയിരുന്നു. അവിടെ തിരിച്ചു പോയി റെസ്റ്റ് എടുക്കാം, അത് കഴിഞ്ഞ് വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഇറങ്ങാം. കമ്മിങ് ടു ദ മെയിൻ പോയിന്റ്, ഇത് തൊട്ടാണ് നിങ്ങൾ ഇത്രയും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചവരുണ്ടായിരിക്കും, ഇത് തൊട്ടാണ് നിങ്ങൾ വീഡിയോയിൽ കാണേണ്ടത്. എക്സ്ക്യൂസ് മീ, ഇതുകൊണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ തിരിച്ച് റൂമിലേക്ക് വരുന്നു. ഒരു 6:30 ഏകദേശമായി. ബിക്കോസ് നമ്മൾ പാർക്കിലൊക്കെ കൊണ്ടുപോയി മീനാക്ഷിയെ. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വന്ന് നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പുറത്ത് കഴിക്കാൻ പോകണോ. അപ്പം ഞാൻ പറഞ്ഞു ബർത്ത്ഡേ അല്ലേ, അപ്പം പിന്നെ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ ശരി പോവാം. ഇപ്പം റെസ്റ്റോറൻറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. നോക്കിയിട്ട് ഏകദേശം ഒരു 500 മീറ്റർ അത്രയൊക്കെ വരത്തുള്ളൂ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് എടുക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനായി. അപ്പം ഞാൻ പറഞ്ഞു തൊട്ടടുത്ത് തന്നെയല്ലേ എന്നിട്ട് ഞാനിങ്ങനെ ഹാൻഡ് ബാഗിൽ നിന്ന് എല്ലായിടത്തും പുറത്തിട്ടു. എന്ന് വെച്ചാൽ കുട ഉണ്ടായിരുന്നു. കുടയ്ക്കൊക്കെ നമ്മൾ ബാഗ് തൂക്കുന്ന ലേഡീസിന് എല്ലാവർക്കും അറിയാം, ഭയങ്കര വെയിറ്റ് കൂട്ടാനുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ കുട, പിന്നെ കുറേ ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, മാഗ്നറ്റ്സ് ഒക്കെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ, അതിൻ്റെ ഒരു സ്വഭാവമാണ്, അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പുറത്തിട്ടു. പിന്നെ ഞാൻ ബേസിക്കലി ബാഗ് ഞാൻ എടുക്കത്തില്ലായിരുന്നു. ബാഗ് ഞാൻ ബേസിക്കലി എടുത്ത് എന്തിനാന്ന് വെച്ചാൽ, എങ്ങാനും ചില റെസ്റ്റോറൻറ്റ്സിൽ അവർ നമ്മൾ ഈ കാർഡ് പേയ്മെൻറ്റിന് പോകുമ്പം കാർഡ് പേയ്മെൻറ്റ് ഇല്ല, ക്യാഷായിട്ട് പേ ചെയ്യണമെന്ന് പറയും. അപ്പം അത് അവോയ്ഡ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് ബാഗ് എടുത്തത്. പിന്നെ മീനാക്ഷിയുടെ ഒരു വാട്ടർ ബോട്ടിൽ, അത് നമ്മളെല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട്. റെസ്റ്റോറൻറ്റ്സിൽ വെള്ളം ഇന്ത്യയിലെ പോലെയല്ല, റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് വെള്ളം കിട്ടത്തില്ല, നമ്മൾ വെള്ളം എക്സ്ട്രാ ഓർഡർ ചെയ്യണം, പൈസയും മേടിക്കുവേ. അപ്പം അങ്ങനെയാണ് ഇവിടെ. അപ്പം നമ്മൾ മീനാക്ഷിക്കുള്ള കുപ്പിയായിട്ട് നമ്മൾ നടന്ന് പോവുകയാണ്. അപ്പം ബർത്ത്ഡേയുടെ എൻഡായി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം, ബർത്ത്ഡേ കഴിഞ്ഞു ഗായ്സ്. ഇനി ഒരു ബർത്ത്ഡേ വരണമെങ്കിൽ ഞാൻ ഇനി ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ. നമുക്ക് അങ്ങനെ ഒരു, ഈ ബർത്ത്ഡേസിൽ എന്താണ് പ്രത്യേകത, നമ്മളെ എല്ലാവരും ഒന്ന് നോക്കുന്ന ദിവസമാണ്, നമ്മളെല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ദിവസമാണ്, എല്ലാവരും നമുക്ക് ഇമ്പോർട്ടൻസ് തരുന്ന ഒരു ദിവസമാണ്. അപ്പം സത്യം പറഞ്ഞ എല്ലാവരും ആ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടിയാണല്ലോ ആ ദിവസം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആൻഡ് ഭയങ്കര ഓവർ ഇതായിരുന്നു, പക്ഷെ ഇപ്പോഴൊന്നും അത്രയ്ക്കില്ല, ഒരുപാട് മാറി. ഇപ്പം എനിക്ക് നോർമൽ ഒരു ഡേ പോലെ ഉള്ളൂ, പക്ഷെ എല്ലാവരും ആ ദിവസങ്ങളിൽ വിളിച്ചിങ്ങനെ വിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാർ ഫീൽ ചെയ്യുമല്ലോ. അത് രാത്രി നമ്മൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് ഡിന്നർ കഴിക്കാൻ പോയത്. അപ്പോൾ നമ്മൾ ആ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോകുന്നു. നമുക്ക് ബുക്കിംഗ് ഒന്നും എടുക്കണ്ടെന്നല്ല, നമുക്ക് അറിയില്ലായിരുന്നു ബുക്കിംഗ് എടുക്കണമെന്ന്. നമ്മൾ ജസ്റ്റ് നേരിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു അകത്ത് ഫുൾ ബുക്കിംഗ് ആണ്, പുറത്തിരുന്നേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുറത്ത് ആക്ച്വലി 3 ടേബിളാണുള്ളത്. 3 ടേബിളിന് 4 കസേര വെച്ച് ഉണ്ട്, 2 കസേര ഒരു സൈഡിൽ, 2 കസേര ഒരു സൈഡിൽ. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, ഓക്കെ ഫൈൻ, വെളിയിൽ കഴിക്കാം. വെളിയിൽ തണുപ്പായിട്ടാണ് ആൾക്കാർ അകത്ത് കഴിക്കാമെന്ന് പറയുന്നതെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ നമുക്ക് ഇറ്റലിയിൽ തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. നമ്മളെന്നാലും വെളിയിലിറങ്ങി ഇരുന്നപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തണുപ്പ് ഫീൽ ചെയ്തു. അപ്പം പുള്ളിക്കാരൻ നമുക്ക് മറ്റേ ഇങ്ങനെ എന്താണ് ഇങ്ങനെ നമ്മളിങ്ങനെ ക്യാമ്പ് ഫയർ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഒരു സംഭവം, എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല, ബേണറാണെന്ന് തോന്നുന്നു, അങ്ങനെ കൊണ്ടൊരു ബേണറൊക്കെ വെച്ചു. അപ്പം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. നമ്മളെ ടേബിൾ എന്ന് പറയുന്നത്, നമ്മളിരുന്നത് മിഡിൽ ടേബിളാണ്. 3 ടേബിൾ ഉണ്ടായിരുന്നു, 1, 2, 3. അല്ല, നടുക്കുള്ള ടേബിളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആൻഡ് ഈ നടുക്കുള്ള ടേബിളിൽ ഇരിക്കുമ്പോൾ ആ ടേബിളിൻ്റെ, ഇതാണ് ടേബിളെങ്കിൽ ഈ ടേബിളിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് റോഡ്. ഓക്കെ, നമ്മൾ നടന്ന് ഫുട്പാത്ത് നടന്നിങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഇതാണ് ടേബിൾ, ഇവിടെ റെസ്റ്റോറൻറ്റ്, ഇവിടെ 2 ചെയർ, അവിടെ 2 ചെയർ. ഓക്കെ, പിന്നെ അപ്പുറത്ത് അടുത്ത ടേബിൾ, അടുത്ത 4 ചെയർ, എൻ്റെ ബാക്കിൽ ഒരു ടേബിൾ, അവിടെ ഇതുപോലെ 4 ചെയർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ടേബിളിൽ നമ്മൾ വന്നിരുന്നു. അപ്പോൾ ആ ടേബിളിൽ ഇരുന്നപ്പോൾ ചേട്ടൻ ഇവിടെ, മീനാക്ഷി ഇവിടെ, ഞാനിവിടെ, 1, 2, 3. ഓക്കെ, ഇപ്പുറത്തെ ചെയറിൽ ആരുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാഗ് വെച്ചിട്ട് ജാക്കറ്റും കൂടെ ഊരി അതിൻ്റെ മേളിലിടാം. ജാക്കറ്റിൻ്റെ മേളിൽ ഊരിയിട്ടാൽ പിന്നെ ബാഗ് അതിൻ്റെ അടിയിലുണ്ടെന്ന് ആർക്കും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടു.
അപ്പോൾ ഇവിടെ അയാൾ കൊണ്ട് ബേണർ വെച്ചു, വെയിറ്റർ. ബേണർ ഇങ്ങനെ കത്തി മേളോട്ട് വന്നപ്പോൾ എനിക്ക് മുഖം ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ബേണറിൻ്റെ അടുത്തിരുന്ന ഈ ബർത്ത്ഡേ ദിവസം തന്നെ എൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം മൊത്തം കരിഞ്ഞു പോകും എന്നെനിക്ക് തോന്നിയോണ്ട് ഞാൻ പതുക്കെ ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഇപ്പുറത്തോട്ടിരിക്കുവാണ്, ഈ ബേണറിൻ്റെ അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ജാക്കറ്റ് ഞാൻ എടുത്തിട്ടു. എന്നിട്ട് ഞാൻ ആ ബാഗ് ഇങ്ങോട്ട് നീങ്ങി. ഓക്കെ, ഞാൻ ഇവിടെ ആയിരുന്നു ഇരുന്നത്, ബാഗ് ഞാൻ ഇവിടെ ആയിരുന്നു വെച്ചത്. ഇപ്പുറത്തെ കസേരയിലോട്ട് നമ്മൾ ബാഗ് എടുത്ത് നമ്മൾ കൈ വെക്കുമല്ലോ. അപ്പം ഞാൻ ബാഗ് എടുത്ത് ഇപ്പുറത്തെ കസേരയിൽ വയ്ക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, രാവിലെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പോയ സ്ഥലത്തുള്ള ആൾക്കാർ പറഞ്ഞല്ലോ ബാഗ് ഇങ്ങനെ വെക്കാൻ പാടില്ല, ആൾക്കാർ ആരെങ്കിലും വന്നാൽ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബാഗ് ഇപ്പുറത്ത് വെക്കുന്നതിന് പകരം ബാഗ് ഇവിടെ വെച്ചു. ഓക്കെ, ഇപ്പം ഇവിടെ ഈ കസേര, ഇപ്പം നിങ്ങൾക്ക് കസേര കാണാമല്ലോ അല്ലേ? യെസ്, ഈ കസേര വെക്കുന്നിടത്ത് ഞാൻ ബാഗ് താഴെ വെച്ചു. ശംഭു ചേട്ടൻ ഇവിടെ ഇരിക്കുവാണ് ഫ്രണ്ടിൽ. ഞാൻ ബാഗ് താഴെ വെച്ചു, ചേട്ടൻ ഇവിടെ ഇരിക്കുവാണ്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ റെസ്റ്റോറൻറ്റ് നമുക്ക് അകത്ത് കാണാം. റെസ്റ്റോറൻറ്റിൻ്റെ കണ്ണാടിയാണ്, അത് വളരെ ക്ലോസ് ആണ്. ഇതിൻ്റെ ഇടയിൽ ഒരു പൂച്ചയ്ക്ക് പോയിട്ട് ഒരു പട്ടിക്കുട്ടിക്ക് പോലും കയറാനുള്ള സ്ഥലമില്ല ഗൈസ്, മനസ്സിലാക്കൂ. ഓക്കെ, അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുന്നു. എനിക്ക് വിഷസ് അപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഞാൻ ഫോണ് എടുത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് ചെയ്യുന്നു. ഞാൻ എന്നിട്ട് ഫോൺ എൻ്റെ ബാഗിൽ നിന്ന് തിരിച്ച് വയ്ക്കുന്നില്ല ബാഗിൽ, ഞാൻ ഫോൺ എൻ്റെ ടേബിളിൽ വെക്കുന്നു. ഫുഡ് ഓർഡർ ചെയ്യുന്നു, ഫുഡ് വരുന്നു. ഓക്കെ, ഈ ഫുഡ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബാക്കിൽ ഒരു പെൺകുട്ടി വന്നിരുന്നു. ആ പെൺകുട്ടി എന്തൊക്കെയോ ബാഗിൽ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു, ടേബിളിൽ എന്തൊക്കെയോ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഫുഡ് കഴിക്കാത്തവരോട് ഇരിക്കാൻ പാടില്ല, പോകണമെന്ന് പറഞ്ഞു. ആ കുട്ടി എണീച്ചു പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് വന്നു, ഫുഡ് കഴിക്കുവാണ് നമ്മളെല്ലാവരും. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് എനിക്ക് സോസ് എടുക്കണമായിരുന്നു. അപ്പം സോസ് എടുക്കാൻ വേണ്ടി ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ബാഗ് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എണീച്ചു പോയി. ബാഗ് ഈ മേശ ഈ സൈഡിലാണ് ഇരിക്കുന്നത്, താഴെ. ഇവിടെ കൂടെ നടക്കുന്ന ഒരു ആൾക്കത് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ഞാൻ ഇരുന്നു. അപ്പോഴും എൻ്റെ ബാഗ് അവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ കഴിക്കുവാണ്. ഓക്കെ, കഴിച്ച് കഴിഞ്ഞ് അപ്പം ഈ ഞാൻ സോസ് എടുക്കാൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊന്നും എൻ്റെ ഓർമ്മയിൽ ഇവിടെ ബാക്കിൽ ഒരാളില്ല. ഓക്കെ, ബാക്കിലെന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ട് ബാക്കിൽ ഒരാളില്ല. തൊട്ട് ബാക്കിൽ തന്നെ ഇവിടെയായിട്ട് ഇവിടുത്തെ കസേരയില്ല, ആരുമില്ല. എപ്പോഴും ഒരു മൊമെൻറ്റിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നിരുന്നു. അതെനിക്കറിയാം ഒരാൾ വന്നിരുന്നു എന്ന്. അപ്പം അങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്, മുഖമൊക്കെ അങ്ങോട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഫുഡ് കഴിക്കാൻ വന്നിരിക്കുവാണ്, ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുവാണ്. നമ്മളങ്ങനെ വിചാരിക്കും, കുറേ നേരം ഇരിക്കുന്നു. നമ്മൾ കഴിക്കുന്നു ഫുഡ് കഴിച്ചു കഴിയുന്നു, കൊടുക്കുന്നു, ബില്ല് കൊണ്ടുവന്നു, പൈസ കൊടുക്കുന്നു, കാർഡ് കൊടുക്കുന്നു, കാർഡ് വർക്ക് ചെയ്യുന്നു, പേയ്മെൻറ്റ് കഴിഞ്ഞു, ഓക്കെ ഡണ്ണെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് നമ്മൾ ഇരുന്ന് കഴിച്ചിട്ട് നമ്മൾ എണീച്ച് പോകില്ലേ, ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. കഴിച്ചു കഴിഞ്ഞു, നമ്മൾ ബില്ലും പേ ചെയ്ത് എണീച്ച് പോകാൻ വേണ്ടി നമ്മളുടെ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുമല്ലോ റെസ്റ്റോറൻറ്റിൽ നിന്ന് എണീച്ച് പോകുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ലിറ്ററലി എൻ്റെ ബാഗ് അവിടെ ഇല്ല. അന്ന് എനിക്കുണ്ടായ ഒരു ഷോക്കുണ്ടല്ലോ, അതെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വലിയൊരു ഷോക്ക് എന്ന് വെച്ചാൽ, നമ്മളെ ഇടത്തെ കാലിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നൊരു സാധനം, അതായത് ഈ കസേര ഇരിക്കുന്നതിൻ്റെ ഇവിടെ ഇരിക്കുന്നൊരു സാധനം പെട്ടെന്ന് കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ച എന്താണെന്ന് അറിയും, ചേട്ടൻ ചിലപ്പം കളിക്കെടുത്ത് അങ്ങോട്ട് വെച്ചാണ്. അപ്പോൾ ഞാൻ എണീച്ചിട്ട് ചേട്ടനോട് പറയാം, ചേട്ടാ ബാഗ് താ ചേട്ടാ, കളിക്കാതെ എന്ന്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, ഏത് ബാഗ്? ഞാൻ പറഞ്ഞു, ചേട്ടാ കളിക്കല്ലേ, എൻ്റെ ബാഗ് ഇവിടെ ഞാൻ വെച്ചത് എടുത്ത് മാറ്റിയല്ലേ, എന്നെ കളിപ്പിക്കുവാണല്ലേ. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനെടുത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ ബാഗ് എവിടെ? അപ്പോൾ അവിടെ ബാഗില്ല. ആ ഒരു ഫീലുണ്ടല്ലോ, എനിക്കറിയില്ല ഞാനത് എത്ര എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത്. ഞാൻ കുറച്ച് നേരം ശരിക്കും പറഞ്ഞാൽ ഞാൻ എവിടെയോ ആയിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഇത്രയും ഒരു ഷോക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
ഞാൻ കുറച്ച് നേരം ഞാൻ സ്തംഭിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. എൻ്റെ ബോഡി അനങ്ങുന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ചേട്ടനപ്പോൾ പെട്ടെന്ന് തന്നെ അകത്ത് പോകണം. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഈ ബാഗിൽ ഇരിക്കുന്ന പെണ്ണാണ് അപ്പം എടുത്തുകൊണ്ട് പോയത് എൻ്റെ ബാഗ്. അപ്പം ചേട്ടൻ അപ്പം തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് പോകുന്നു, അവിടെ ഇരിക്കുന്ന ആളോട് സംസാരിക്കുന്നു, മാനേജർ വരുന്നു, ഭാഗ്യത്തിന് CCTV ഫുട്ടേജ് എടുത്തു തരാമെന്ന് അയാൾ പറഞ്ഞു. അയാളുടെ ഫോണിൽ നമ്മളിങ്ങനെ കാണിക്കുവാണ്. ഞാൻ പറഞ്ഞത് തന്നെയാണ് സംഭവം. ഇവിടെ ബാക്കിൽ ഇരുന്ന ലേഡി എൻ്റെ ഇവിടെ ഇരുന്ന ബാഗ് എടുത്തുകൊണ്ട് പോയി. കേൾക്കാൻ ഭയങ്കര കൗതുകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും സംഭവിച്ചത്, പുള്ളിക്കാരി ബാക്കിൽ ഇരുന്നിട്ട് പുള്ളിക്കാരിയുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ബാഗ് എൻ്റെ ബാക്കിൽ കസേരയിൽ വെച്ചു. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടോ എന്നൊക്കെ കുറേ നേരം അവിടെ ഇരുന്ന് നോക്കി മനസ്സിലാക്കി. ആൾക്കാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കുന്ന ഒരു സമയത്ത് പതുക്കെ എൻ്റെ ബാഗ്, ഇവിടെ ഇരുന്ന ബാഗിനെ അതിൻ്റെ ഹാങ്ങിങ് ആയിട്ടൊരു ചെയിൻ പോലെ സംഭവം കാണുമല്ലോ, അത് പിടിച്ച് വലിച്ച് എൻ്റെ ബാക്കിൽ താഴെയാണ് ഈ വലിക്കുന്നത്. വലിച്ച് എൻ്റെ ബാക്കിൽ വരെ എത്തി എൻ്റെ ബാഗ് ഇരിക്കുവാണ്. ഞാനീ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന ബാഗ് ഇങ്ങനെ മൂവ് ചെയ്ത് ഓക്കെ ബാക്കിൽ പോയിരിക്കുകയാണെന്നോ, ഇങ്ങനൊരാൾ എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോയെന്നോ ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു കാര്യമാണ്. അത് അനുഭവിക്കുമ്പോഴും മനസ്സിലാവുള്ളൂ കേട്ടോ. അതൊരു വേറൊരു ലെവൽ ഓഫ് ഫീലിംഗ് ആണ്. ഈ ചീറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് ശരിക്കും ചീറ്റഡ് എന്നുള്ളത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയ ഒരു ദിവസം കൂടെയാണ് കേട്ടോ. ആൻഡ് ഫൂട്ടേജ് കണ്ടോണ്ട് ഞാൻ അതും കൊണ്ട് തൊട്ടടുത്തൊരു പോലീസ് സ്റ്റേഷനുണ്ട്, അങ്ങോട്ട് പോയി. അവിടെ രാത്രി 9:15 നമ്മൾ ഇത് മനസ്സിലാക്കി എണീച്ച് പോയ സമയമാണ് ഞാൻ പറയുന്നത്. 9:15 ബില്ല് പേ ചെയ്ത് എണീച്ചപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ 9:25 ആയി ഏകദേശം. അപ്പോൾ പോലീസുകാരെല്ലാം ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസും കൂടെ അല്ലേ, എല്ലാം അടച്ച് നൈറ്റ് ഡ്യൂട്ടിയുള്ള പോലീസുകാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അല്ല, വേറൊരു പോലീസ് സ്റ്റേഷനാണ് പോകുന്നത്, ഇവിടെ ഇന്ന സ്ഥലത്താണെന്നൊക്കെ. ഈ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒന്നും ഞാൻ നോർമലല്ല. എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. എനിക്കറിയില്ല, ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് എൻ്റെ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ, നത്തിങ് എൽസ്. ഫോൺ സത്യം പറഞ്ഞാൽ ഞാൻ ബാഗിൻ്റെ അകത്തേ വയ്ക്കുള്ളൂ, പുറത്തെടുക്കാറില്ല. പക്ഷെ അപ്പം ഞാൻ പുറത്തെടുത്തത് ഞാൻ ആ ഫ്രണ്ടിന് മെസ്സേജ് ചെയ്യാനാണ്. ഞാൻ ആ ഫ്രണ്ടിന് മെസ്സേജ് ചെയ്യാൻ ഞാൻ അപ്പോൾ പുറത്തെടുത്തില്ല. അതുമല്ല, ഞാൻ വ്ളോഗും ചെയ്യുമായിരുന്നു ഫുഡിൻ്റെയൊക്കെ. ആ വ്ളോഗും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഫോണും പോയേനെ ബാഗിൽ. ആ ബാഗ് പോയി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ ഒരുപാട് നേരം എടുത്തു, ഒരുപാട്. ആൻഡ് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴൊക്കെ ഞാൻ ശരിക്കും സ്തംഭിച്ച് നിൽക്കുവാണ്. അപ്പോഴും ഞാൻ സംസാരിക്കുന്നില്ല, ചോദിക്കുന്നതിന് മാത്രമേ ഞാൻ എന്തൊക്കെയോ പറയുന്നു. എൻ്റെ ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ അന്ന് എൻ്റെ കൂടെ ഇല്ലായിരുന്നു എങ്കിൽ എനിക്കറിയില്ലായിരുന്നു എനിക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന്. അത്രയ്ക്കും ഷോക്കായിപ്പോയി എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ വളരെ ശ്രദ്ധിച്ച് ഭയങ്കര സൂക്ഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെ പോയാലും ആ ബാഗ് എൻ്റെ കയ്യിൽ, ഈ ഒരു തോളിൽ നിന്ന് ഞാൻ ഒരിക്കലും താഴെ വയ്ക്കത്തില്ല. അന്ന് ആ റെസ്റ്റോറൻറ്റിൽ ഇപ്പുറത്തെ സൈഡിൽ റെസ്റ്റോറൻറ്റിൻ്റെ കണ്ണാടിയാണെന്നും അവിടെ ഒരാൾക്കും വന്ന് ആ ബാഗ് എടുക്കാൻ പറ്റൂല എന്നുമുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ബാഗ് താഴെ വെച്ചത്. മുമ്പിലാണ് വെച്ചത്, എൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത്, കൺമുമ്പിൽ നിന്ന്. അതിൽ പരം ഷോക്ക് എനിക്ക് തോന്നുന്നില്ല ഇനി കിട്ടാനുണ്ടെന്ന്. എനിവേസ്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പിന്നെ അവിടെ നിന്ന് അടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴൊക്കെ ഐ വാസ് സംവെയർ എൽസ്. പിന്നെ ഇടയ്ക്ക് ചേട്ടൻ എന്നോട് പറയുന്നുണ്ട്, കാർഡ് ബ്ലോക്ക് ചെയ്യും, മറ്റൊരു ബ്ലോക്ക് ചെയ്യും, മറിച്ചത് ബ്ലോക്ക് ചെയ്യും. ഇതെല്ലാം എനിക്ക് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. പുള്ളിക്കാരൻ എന്ത് പറയുന്നു അത് ഞാൻ ഫോണിൽ കൂടെ ചെയ്യുന്നു എന്നല്ലാണ്ട് ഞാൻ അപ്പോഴും നോർമലായിട്ടൊരു കണ്ടീഷനിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എത്തിയിട്ടില്ല. ഞാൻ എന്നിട്ട് പോലീസ് സ്റ്റേഷൻ, ഇവർ പറഞ്ഞ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷൻ കുറച്ച് ദൂരമാണ്.
അപ്പം അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇനി വേറൊരു പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിച്ച്, നമുക്കൊന്നാമത്തെ ലാംഗ്വേജും അറിയില്ലല്ലോ. അവിടെ എല്ലാവരും ഇറ്റാലിയൻ ലാംഗ്വേജല്ലേ സംസാരിക്കുന്നത്, നമുക്കതും അറിയത്തില്ല. അപ്പം ഒരു വിധം പെട്ട പാടായി. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ തന്നെ മാനേജറിനും ഇറ്റാലിയൻ ആളാണ്, അയാൾക്ക് ഇറ്റലിയുടെ ഭാഷ അറിയത്തുള്ളൂ. ഇംഗ്ലീഷൊക്കെ കുറച്ച് ആണ് സംസാരിച്ച് ഫൂട്ടേജെങ്കിലും ഈ CCTV കിട്ടിയത്. എന്നിട്ടെന്താണ് അപ്പോഴാണ് മനസ്സിലാവുന്ന അതിനകത്ത് എൻ്റെ ഇന്ത്യൻ കാർഡുണ്ട്. പിന്നെ അച്ഛനെ നാട്ടിൽ രാത്രി ഇന്ത്യയിൽ അവിടെ 1 മണി 1:30 എന്തോ ആയി. അച്ഛനെ നാട്ടിൽ വിളിച്ച് പറയുന്നു ഇങ്ങനെ ബാഗ് പോയി, ഇങ്ങനെ ഇന്ത്യയിലെ എൻ്റെ ATM കാർഡ് അതിൻ്റെ അകത്തുണ്ട്, അത് പോയി. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടോ, എന്തെങ്കിലും അറിയാമോ, മെസ്സേജ് ഫോണിൽ വരുന്നുണ്ടോ, എന്തെങ്കിലും പോയി പൈസ എടുത്തു എന്ന്. അപ്പോൾ അച്ഛന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞു ഞാൻ വിളിക്കാൻ തിരിച്ച് നോക്കിയിട്ട് പറയാമെന്നൊക്കെ. അതും കൂടെ കേട്ടപ്പോൾ ഞാൻ വേറൊരു ലെവലായി. അത് കഴിഞ്ഞ് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടുത്തെ ഫോർമാലിറ്റി കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വണ്ടിയിൽ പോകുമ്പോൾ തന്നെ ഞാൻ കരച്ചിൽ തുടങ്ങി. ഞാൻ ആ വണ്ടിയിൽ പോയ മൊമെൻറ്റിൽ, ആ വണ്ടി ബുക്ക് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ പോകാൻ തുടങ്ങി ആ മൊമെൻറ്റ് തൊട്ട് കരയാൻ തുടങ്ങി ഞാൻ. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം വെളുപ്പാരാവിലെ 3 മണി വരെ ഞാൻ കണ്ടിന്യൂസ്ലി കരയുമായിരുന്നു. ബിക്കോസ് എനിക്കുണ്ടായ ഷോക്ക് ആ ലെവലിലായിരുന്നു. ആൻഡ് നമ്മളെല്ലാവരും ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. മീനാക്ഷി തീരെ കുഞ്ഞല്ലേ, അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കരയുന്ന കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളും കരയാൻ തുടങ്ങി. ബിക്കോസ് അവളും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയിട്ടില്ല. ഫസ്റ്റ് ടൈം പോലീസ് സ്റ്റേഷനിൽ FIR എഴുതി കൊടുക്കണം. അങ്ങനെ FIR എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയി. അത് ഫോം ഫില്ല് ചെയ്യേണ്ടത് ഫോം മൊത്തം ഇറ്റാലിയനാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഭാഗ്യത്തിന് അവിടെ നിൽക്കുന്നൊരു പോലീസുകാരന് ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് നമുക്ക് പറഞ്ഞു തന്നു എന്തൊക്കെ ഫില്ല് ചെയ്യണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ എൻ്റെ ഇവിടുത്തെ ഒരു കാർഡ് ബ്ലോക്ക് ചെയ്തു. എൻ്റെ ഇന്ത്യയിലെ കാർഡ് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ പൈസ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം കുറച്ച് ലിക്വിഡ് മണി നമ്മൾ ക്യാരി ചെയ്യുമല്ലോ. എങ്ങാനും നമ്മൾ 2 വർഷത്തോട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടുള്ള സേഫ്റ്റിക്ക് നമ്മൾ എടുത്തു വെക്കുന്നതാണ്. അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് മാത്രമാണ് കുറച്ച് പൈസ ലിക്വിഡായിട്ടും കൂടെ ക്യാരി ചെയ്തത്. ആ പൈസ മൊത്തം പോയി. എൻ്റെ ഇന്ത്യൻ കാർഡ് പോയി. എൻ്റെ ഇന്ത്യൻ കാർഡിൽ നിന്ന് പുള്ളിക്കാരി കുറച്ച് കാര്യത്തിൽ എന്നെ സ്വൈപ്പ് ചെയ്ത്, അതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഞാൻ വച്ചിരുന്നുള്ളൂ ഭാഗ്യത്തിന്. ആ പൈസ മൊത്തവും പോയി. അതൊരു 0 ബാലൻസായി. പിന്നെ എൻ്റെ ഇവിടുത്തെ ബാങ്കിൽ കുറച്ച് പൈസ എടുത്തു. അപ്പോഴാണ് ചേട്ടൻ എന്നോട് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞത്. ഭാഗ്യത്തിന് ഇന്ത്യൻ പൈസ ആദ്യം എടുത്തുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ ബാങ്കിൻ്റെ പൈസ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയത്. നേരെ മറിച്ച് എൻ്റെ ഇവിടുത്തെ ബാങ്കിൻ്റെ പൈസയാണ് ആദ്യമേ എടുത്തു തുടങ്ങിയിരുന്നെങ്കിൽ കുറേയും കൂടെ പൈസ പോയേനെ. എനിവേസ് വലിയൊരു എമൗണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ട്. പേഴ്സിൽ നിന്നും കാർഡിൽ നിന്നും 2 കാർഡിൽ നിന്നും. പിന്നെ എൻ്റെ ഒരു 7 ഇയേഴ്സായിട്ട് ഞാൻ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന ഒരു സൺഗ്ലാസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അതും ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ് ക്യാരി ചെയ്തത്, അല്ലാത്തപ്പോൾ ഞാൻ സൺഗ്ലാസ് ക്യാരി ചെയ്യാറില്ല. ആ സൺഗ്ലാസ്, അങ്ങനെ പൈസയും സൺഗ്ലാസും കാർഡും അതിനൊക്കെ കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മീനാക്ഷിയുടെയും ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നു. അത് നമുക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് ബ്ലൂ കാർഡ് ഉണ്ടായിരുന്നു. ബ്ലൂ കാർഡ് എന്ന് വെച്ചാൽ റെസിഡൻസ് പെർമിറ്റ് ഉള്ളൊരു കാർഡാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജർമ്മനിയിൽ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ബിക്കോസ് എയർപോർട്ടിൽ അത് ചെക്ക് ചെയ്യും. അതായിരുന്നു വൺ ഓഫ് ദ മേജർ ടെൻഷൻ. ബിക്കോസ് ഇറ്റലി വേറൊരു കൺട്രി ആണല്ലോ. അവിടെ നിന്ന് ജർമ്മനിയിലേക്ക് വരണമെങ്കിൽ നമുക്ക് പോലീസിൻ്റെ FIR വേണം, അല്ലെങ്കിൽ ഈ ബ്ലൂ കാർഡ് വേണം, അല്ലെങ്കിൽ പോലീസിൻ്റെ FIR വേണം. അപ്പോൾ പോലീസിൻ്റെ FIR മാത്രം കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. ഭയങ്കരമായ ഒരു മാനസികാവസ്ഥയിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു സമയങ്ങളിൽ പോയത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 12 o'clock ആയി നമ്മൾ തിരിച്ച് Airbnb-യിലേക്ക് വന്നപ്പോൾ. പോലീസുകാർക്ക് ഇത് സ്ഥിരമായി കാണുന്നൊരു സംഭവമാണ്. അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം ആയിരുന്നോ ഇതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഡെയിലി ഇത് സംഭവിക്കുന്നുണ്ട് ഇറ്റലിയിൽ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായൊരു വല്ലാത്ത മൊമെൻ്റാണ്. രാത്രി തന്നെ കസ്റ്റം കെയർ ബാങ്കിൽ വിളിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാങ്കിൽ സംസാരിക്കാൻ പോലും പറ്റിയില്ല.
ഞാൻ ഫോണെടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ ശബ്ദം, ഈ കരച്ചിൽ കൺട്രോൾ ചെയ്തുള്ള ശബ്ദവും കേൾക്കുന്ന റിസീവർ എൻ്റെ ഇരിക്കുന്ന ആൾക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെ ചേട്ടനാണ് എൻ്റെ ബിഹാഫ് എല്ലാവരോടും സംസാരിച്ചതൊക്കെ. ആ ഒരു ട്രോമയിൽ നിന്ന് വരാൻ ഏകദേശം ഒരു മോർ ദാൻ 15 days മിനിമം ഞാൻ എടുത്തു. പിന്നെ തിരിച്ച് എയർബിഎൻബിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നാളെ തൊട്ട് നമുക്ക് ഒരിടത്തും കാണാൻ പോകണ്ട, നമുക്കൊന്നും ചെയ്യണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, എനിക്ക് ഒരിടത്തും പോകാൻ താല്പര്യമില്ല. ബിക്കോസ് ഞാനന്ന് വിഷമവും ഒരു കുറ്റബോധവും, ശരിക്കും ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷേ അൾട്ടിമേറ്റ്ലി എനിക്കായിരുന്നു കുറ്റബോധം മൊത്തവും. ഞാൻ ആ ബാഗ് ഊരി വെക്കണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ബാഗ് വെക്കുന്ന ടൈപ്പല്ല. പക്ഷെ ആ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിട്ട് പോലും എനിക്ക് തോന്നി ദൈവത്തിന് കുറച്ച് കരുണ കാണിക്കായിരുന്നു എന്നോട്. ബർത്ത്ഡേ ആയിട്ട് ആ ദിവസം തന്നെ ഇത് സംഭവിച്ചല്ലോ എന്നൊക്കെ എനിക്ക് വിഷമം തോന്നി. പക്ഷെ നടക്കാനുള്ളത് നമ്മളിനി എന്ത് ചെയ്താലും നടക്കും. അന്ന് എനിക്ക് ആ ഒരു കാര്യമാണ് ഞാൻ ലൈഫിൽ പഠിച്ചത്. നടക്കാനുള്ള കാര്യം നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ നമ്മൾ ഒളിച്ചിരുന്നാലും നമ്മളെ തേടി കണ്ടുപിടിച്ചത് നടക്കും. അന്നതോടെ എൻ്റെ പൊതുവെ പ്ലാനിങ് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കുറച്ചും കൂടെ ഞാൻ അടുത്ത മൊമെൻറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അത് ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് അന്ന് തൊട്ട് എനിക്ക് കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റിയിൽ ബോധ്യമായി. എന്നെ ഭയങ്കര ഡീപ്പായിട്ട് എഫക്റ്റ് ചെയ്ത ഒരു ഇൻസിഡൻ്റാണിത്. 2025 വലിയ കുഴപ്പമില്ലാത്തൊരു വർഷമായിരുന്നു. പക്ഷെ എൻ്റെ ചെയ്തത് ഇങ്ങനെയായിരുന്നു. ബിക്കോസ് ആ ബാഗിൻ്റെ അകത്ത് ഈ വീട്ടിൻ്റെ താക്കോലും ഉണ്ടായിരുന്നു. നമുക്ക് 2 താക്കോലാണ് ഉള്ളത്. ഒന്ന് ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ താക്കോലിൽ കൂടെ തന്നെ ഒരു ബഞ്ച് ഓഫ് കീസ് പോയി. താക്കോല് തിരിച്ച് എടുക്കാൻ എളുപ്പമല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം, അതത്ര എളുപ്പമല്ല. ജർമ്മനിയിൽ ഇവിടുത്തെ മെയിൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷെയറിങ് വിത്ത് 8 other ഹൗസസ്. അപ്പം ആ മെയിൻ കീക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ മെയിൻ കീയിലെ ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും പോയി ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റത്തില്ല വിത്തൗട്ട് പ്രോപ്പർട്ടി ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം January 20th ആയി, 1 month കഴിഞ്ഞു. ഇപ്പോഴും അത് ശരിയായിട്ടില്ല. ബ്ലൂ കാർഡ് ഇല്ലാണ്ട് ഉള്ള തിരിച്ചുള്ള ജേർണി വാസ് വെരി ചലഞ്ചിങ്. നമ്മൾ പിന്നെയുള്ള ദിവസങ്ങളിലെ ട്രിപ്പുകളൊക്കെ നമ്മൾ പോയി സ്ഥലങ്ങൾ കാണാൻ. എല്ലാ സ്ഥലങ്ങളും കാണുന്നുണ്ടെന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും ശരിക്കും പറഞ്ഞാൽ മനസ്സിലേക്ക് പതിയുന്നില്ലായിരുന്നു. എന്നുവെച്ചാൽ മനസ്സങ്ങ് എന്താ പറയുക, മനസ്സങ്ങ് ഇതായിരിക്കുക. ഈ മനം നോവുക അല്ലെങ്കിൽ മനസ്സ് നോവുക എന്നുള്ളത് ശരിക്കും അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെയുള്ള 4-5 ദിവസം, ട്രിപ്പ് മൊത്തത്തിൽ 6 ദിവസമായിരുന്നു. പിന്നെയുള്ള 4 ദിവസം സത്യം പറഞ്ഞാൽ ഒരു മൂഡും ഇല്ല, ഒരു ഉന്മേഷവും ഇല്ല, ഒരു സ്ഥലത്തോട്ട് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല, എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ ഒരു സന്തോഷവും ഇല്ല. അങ്ങനെ ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് പിന്നെയുള്ള ഒരു 4 ദിവസം കടന്നു പോയി. ഇറ്റലിയിൽ നിന്ന് തിരിച്ച് വരുന്ന ദിവസം ക്രിസ്മസിൻ്റെ അന്നായിരുന്നു. ക്രിസ്മസിൻ്റെ അന്ന് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റി. അവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല ഫുഡ് കഴിക്കാൻ പറ്റി എന്നൊരു സന്തോഷമായിരുന്നു അന്ന് ഉണ്ടായിരുന്നതിൽ സത്യം പറഞ്ഞ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോൾ അത് കഴിക്കുമ്പോഴും നമുക്ക് ഉള്ളിൽ ശരിക്കും ടെൻഷനാണ്. കാരണം ഞാൻ അതിൻ്റെ വ്ളോഗ് എനിക്ക് ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ക്രിസ്മസിൻ്റെ ഫീസ്റ്റിൻ്റെ. പക്ഷെ അത് കഴിക്കുമ്പോഴും ഉള്ളിൽ ടെൻഷനാണ്. തിരിച്ച് ഫ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുഴപ്പം വരുമോ, എയർപോർട്ടിൽ പ്രശ്നമാവുമോ ബ്ലൂ കാർഡ് ഇല്ലാത്തതുകൊണ്ട്. ബിക്കോസ് ചേട്ടൻ്റെ ബ്ലൂ കാർഡ് കയ്യിലുണ്ട്, നമ്മളുടെ 2 പേരുടെയും പോയി. ഞാൻ കാരണം മീനാക്ഷിൻ്റെയും കൂടെ പോയി. ബിക്കോസ് ഞാനാണ് അവളുടെ ബ്ലൂ കാർഡ് എപ്പോഴും കൈ വെച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ഞാനാണല്ലോ എപ്പോഴും സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ചെക്കിങ്ങിന് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ബാഗിൽ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നൊരു സാധനമായിരുന്നു. അപ്പം അവളുടെയും കൂടെ പോയപ്പം എനിക്ക് നമ്മൾ 2 പേരുടെ പോയപ്പോൾ എനിക്ക് വിഷമം കൂടിയത് അതുകൊണ്ടൊക്കെ ആയിരിക്കണം. രാത്രി ഉറക്കമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ബർത്ത്ഡേ ദിവസം ഈ സംഭവിച്ച് പോലീസ് സ്റ്റേഷൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാനും ചേട്ടനും മെയിൽ അയക്കുന്നു, ഇവിടെയുള്ള ഓഫീസർക്ക് മെയിൽ അയക്കുന്നു, ബാങ്കിൽ അയക്കുന്നു, ഫോറിൻ ഓഫീസിൽ മെയിൽ അയക്കുന്നു, എംബസിക്ക് മെയിൽ അയക്കുന്നു. ഒരു ബഹളമായിരുന്നു ശരിക്കും. എല്ലാ ദിവസവും രാവിലെ 3 മണിക്കൊക്കെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഉറക്കമില്ല, ശരിക്കും ഉറക്കമില്ലായിരുന്നു.
പിന്നെ തിരിച്ച് നമ്മൾ 25-ാം തീയതി തിരിച്ചു വന്നു. ഇപ്പം എയർപോർട്ടിൽ FIR കാണിക്കേണ്ടി വന്നു. പോലീസിൻ്റെ ബ്ലൂ കാർഡിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ ബ്ലൂ കാർഡ് കയ്യിലുണ്ടായിരുന്നു, ഭാഗ്യത്തിന് ഫോട്ടോ PDF എടുത്ത് വെക്കുമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു. അത് കാണിച്ചാണ് നമ്മൾ, അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കാണിച്ചാണ് നമ്മളിങ്ങ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഫോറിൻ ഓഫീസിൽ ഡേറ്റ് പറഞ്ഞത് മാർച്ചിലായിരുന്നു. 2026 അത് തുടക്കം ജനുവരിയിൽ. ഓഫീസൊക്കെ ഇവിടെ ക്രിസ്മസിന് അടയ്ക്കുമല്ലോ, അതിന് ജനുവരിയിൽ തുടങ്ങത്തുള്ളൂ. ജനുവരിയിൽ ഓഫീസോട് തുറന്നപ്പോൾ അവരൊരു ഡേറ്റ് തന്നു, ജനുവരിയിൽ. അപ്പം ഇനിയിപ്പോൾ ആ ഡേറ്റ് അടുക്കാറായി, പോയി ഇനി റീ ഇഷ്യൂ ചെയ്യണം ബ്ലൂ കാർഡ്. അപ്പം ഇതൊന്നും അത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സേ അല്ലായിരുന്നു. വളരെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി, പക്ഷേ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. വെദർ ഇറ്റ് ഇസ് ഇറ്റലി, വെദർ ഇറ്റ് ഇസ് റോം, whether it is Italy, whether it is Germany, whether it is Spain, whether it is India, whether it is Kerala, whether it is Mumbai, whether it is whatever, ഏത് സ്ഥലത്താണോ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോകുമ്പോഴും നിങ്ങളുടെ ബാഗ് നിങ്ങൾ സൂക്ഷിക്കുക. ഞാനിപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, പണ്ടൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നൊരു ന്യൂസാണ് പിക്ക് പോക്കറ്റിങ്, അല്ലെങ്കിൽ മാല പൊട്ടിച്ചോടുക, അങ്ങനത്തെ ന്യൂസുകളെല്ലാം അല്ലേ. പക്ഷെ പിന്നെ ഇപ്പോൾ ആൾക്കാർ ആ ന്യൂസുകൾ അധികം അങ്ങോട്ട് പുറത്തോട്ട് വരുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറഞ്ഞു കമ്പയർഡ് ടു പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ഞാനതൊക്കെ ഈ ലോകത്ത് കുറഞ്ഞു എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. നമ്മളതിന് മുമ്പ് സ്പെയിനിൽ ബാർസലോണയിൽ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. അവിടെ പോലും ഞാൻ ഇതേ ബാഗും വെച്ച്, ഒരു കയ്യിൽ ഈ ബാഗും ഒരു കയ്യിൽ മീനാക്ഷിയും വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. ശരിക്കും എനിക്ക് ഒരു കുട്ടിയെ പോലെയായിരുന്നു എനിക്ക് ആ ബാഗ്. ഞാൻ ആ ബാഗില്ലാണ്ട് ഒരിടത്തും പോയിട്ടില്ല. എന്തിനു പറയുന്നു, ഞാനൊരു വാഷ്റൂമിൽ പോകുമ്പോൾ പോലും ഞാൻ ബാഗും കൊണ്ടാണ് പോകുന്നത്. ബിക്കോസ് അന്നേരം എനിക്കറിയാം ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത്ര കെയർഫുള്ളായിട്ട് നടന്ന് എനിക്കാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തും സംഭവിക്കാം അടുത്ത മൊമെൻറ്റിൽ. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ ഒരു ബാഗിൻ്റെ അകത്തിട്ട് വെക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, അത് കളഞ്ഞു പോയാൽ നമുക്ക് സ്പെയർ ഉണ്ടോ, അത് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ. ഈ ബാഗിലൊരു 100 കൂട്ടം കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു പ്രകൃതക്കാരാണ് പൊതുവേ ലേഡീസ്. അവരുടെ ബാഗ്, അവരുടെ ID കാർഡ്, ആന ചേന, പറ്റുമെങ്കിൽ വീട്ടിലെ സകല സാധനങ്ങളും വേണമെങ്കിൽ വീടോട് കൂടി ബാഗിൻ്റെ അകത്താക്കിയെന്നെ. അത്രയ്ക്ക് സത്യം. ശരിക്കും പറഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ പോലും നിങ്ങൾ ആലോചിക്കണം, വയ്ക്കേണ്ട കാര്യമുണ്ടോ. ബിക്കോസ് ഏത് നിമിഷമാണ് നമ്മുടെ ബാഗ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ ബാഗ് പോയാൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമോ. നമ്മൾ ഈ ഇന്ത്യയിലാണെങ്കിലും ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അത് ഇത് ആന ചേന എല്ലാം കൊണ്ട് നമ്മൾ നടക്കും. പക്ഷെ ശരിക്കും ഈ ബാഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പേഴ്സോ ആണുങ്ങൾക്ക് കളഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ സ്പെയർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? നിങ്ങൾക്കത് തിരിച്ച് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഭയങ്കര ടഫാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് മാത്രം അത് നിങ്ങളുടെ കൂടെ ക്യാരി ചെയ്യുക. അല്ലെങ്കിൽ ശരിക്കും വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും കോമഡി എന്ന് പറയുന്നത്, ഞാൻ എവിടെ പോയാലും നോർമലി ശംഭുചാനോട് പറയും, ചേട്ടാ നമുക്കെല്ലാം നമ്മളുടെ കൂടെ കൊണ്ടുപോകാം, ഹോട്ടലിലൊന്നും വയ്ക്കണ്ട, പാസ്പോർട്ടോ ബ്ലൂ കാർഡോ താക്കോലോ വീട്ടിൽ ഒന്നും നമുക്ക് ഹോട്ടലിൽ വെക്കണം, നമുക്ക് എവിടെ നമ്മൾ പോയാലും നമുക്ക് കൊണ്ടുപോകാം, ബാഗിൻ്റെ അകത്ത് എല്ലാം ഇടാം. ചേട്ടൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഹോട്ടലിൽ റൂം തന്നേക്കുന്നു, റൂമിൻ്റെ അകത്ത് നമുക്കൊരു ലോക്കർ തന്നേക്കുന്നു, നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ എന്തിനാണ് എല്ലാം കൂടെ കയ്യിൽ കൊണ്ട് ക്യാരി ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇല്ല എന്തായാലും നമുക്ക് കൊണ്ട് നടക്കാം, അതാണ് സേഫ് എന്ന്. പക്ഷേ ഈ ട്രിപ്പോടുകൂടി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് നടക്കുന്നതിനെ കാട്ടി എത്രയോ ഭേദമാണെന്നറിയുമോ നമ്മൾ ആ റൂമിൽ വെച്ചിട്ട് പോകുന്നത്. സത്യമായിട്ട് ഞാൻ പറയുക, റൂമിൽ നിങ്ങൾക്ക് സേഫ് ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റൂമിൽ വെച്ചിട്ട് പോവുക. ഇല്ല നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ ബിവെയർ. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോ ഇടയ്ക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ആ പെണ്ണിനെ കണ്ടാൽ പറയുമോ ഇങ്ങനൊരു ഒരു പിക്ക് പോക്കറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ചിന്താഗതിയും കൊണ്ടാണ് നടക്കുന്നതെന്ന്. വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് വന്ന് ബാക്കിയിരിക്കുന്നത്, വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് മുടിയെല്ലാം നല്ല ഡ്രസ്സ് ചെയ്ത്, നല്ല ജീൻസ്, നല്ല ടോപ്പും നല്ല ജാക്കറ്റും ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും തോന്നത്തില്ലല്ലോ. അപ്പം എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, ലൈഫിൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ ആർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പം എപ്പോഴും നിങ്ങളുടെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ കയ്യിൽ തന്നെ വയ്ക്കുകയാണെങ്കിലും വളരെ സൂക്ഷിച്ച് കൈവയ്ക്കുക. നിങ്ങളുടെ ബാഗിനെയും പറ്റി നിങ്ങൾ ഭയങ്കര ബോധറായിരിക്കണം. ഒരു നിമിഷം പോലും നിങ്ങളുടെ ബാഗ് നിങ്ങളെ താഴെ വയ്ക്കാൻ പാടില്ല. എപ്പോഴും ബാഗ് പിടിച്ചുകൊണ്ടിരിക്കണം. ബാഗ് വിട്ട് കളിക്കരുത്. ഇപ്പം നിങ്ങൾ ചോദിക്കും അത് തിരിച്ചെടുക്കാമല്ലോ, നിങ്ങൾക്ക് ബ്ലൂ കാർഡ് റീഇഷ്യൂ ചെയ്ത് കിട്ടൂലേ, നിങ്ങൾക്ക് ഹെൽത്ത് കാർഡ് റീഇഷ്യൂ ചെയ്ത് കിട്ടൂലേ? പൈസ പോയതാണത്. ഓക്കെ, ഇപ്പം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുവാണ് അവരൊരു സാഹചര്യം, ഇപ്പോൾ പൈസ ഇല്ലാത്ത ഒരാളായതുകൊണ്ടായിരിക്കാം പൈസ മോഷ്ടിച്ചത്. വാട്ട് എവർ ഇറ്റ് ഇസ്, ലെറ്റ് ഇറ്റ് ബി. പക്ഷെ അറ്റ്ലീസ്റ്റ് പൈസയിൽ മാത്രമായിരുന്നു അവർക്ക് ലക്ഷ്യമെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ആ ബാഗ് അല്ലെങ്കിൽ ആ ബാഗിൻ്റെ അകത്തുള്ള ബാക്കി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എനിക്കൊന്ന് കൊറിയറെങ്കിലും ചെയ്യാമായിരുന്നു. ബിക്കോസ് ആ ബ്ലൂ കാർഡിൽ അഡ്രസ്സ് ഉണ്ടായിരുന്നു ഈ വീട്ടിൻ്റെ. സുഖമായിട്ട് അവർക്ക് കൊറിയർ ചെയ്യാമായിരുന്നു. അവർ ഇതുവരെയും കൊറിയർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും പോയി ഇട്ട് കാണുമോ ബാഗ്. ഇതിൽ നമ്മൾ പിന്നെയുള്ള ദിവസങ്ങളിൽ ബാഗ് മൊത്തം അരിച്ചു പറക്കാൻ വേണ്ടി, സത്യം ഞാനും മീനാക്ഷിയും ചേട്ടനും കൂടെ ബാഗ് മൊത്തം അവിടെ കിടന്ന് റോഡ് സൈഡിലെല്ലാം ശരിക്കും പറഞ്ഞാൽ അരിച്ചു പറക്കുമായിരുന്നു. വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടി വരുന്നതെന്ന് മനസ്സിലായത്. ഒരിക്കലും നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്തൊന്നും കൈയിട്ട് നമ്മൾ നോക്കുന്നില്ല. പക്ഷെ ആ ബാഗ് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ അതൊക്കെ ചെയ്തു. പക്ഷെ ബാഗ് കിട്ടിയില്ല. പക്ഷെ ഞാൻ ഒരു നെഗറ്റീവ് ഒരു വൈബിലല്ല, പക്ഷെ ഐ എം ജസ്റ്റ് കൺവേയിങ് ഇങ്ങനത്തെ ഒരു ഗുഡ് മെസ്സേജ്. ലൈക്ക് നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളിൽ എപ്പോഴും വച്ചേക്കണം. ബി കെയർഫുൾ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചുറ്റും എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പം 2026 എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ. എനിക്കും നല്ലൊരു വർഷമാവട്ടെ. എല്ലാവരും വിചാരിക്കുന്ന കാര്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഈ വർഷം നേടാൻ പറ്റട്ടെ. എല്ലാവർക്കും ഹാപ്പിനെസ്സും ഹെൽത്തും എല്ലാം ഈ വർഷം ഉണ്ടാവട്ടെ. ഉടനെ തന്നെ എനിക്ക് എൻ്റെ ബ്ലൂ കാർഡും ഹെൽത്ത് കാർഡ് കിട്ടി, ബ്ലൂ കാർഡിന് കിട്ടണം. പിന്നെ ബാക്കി ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. എല്ലാം തിരിച്ച് ബാങ്കിൻ്റെ കാർഡ്സും കാര്യങ്ങളൊക്കെ തിരിച്ചെല്ലാം എനിക്ക് ശരിയായി കിട്ടട്ടെ എന്ന് ഞാനും വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ 2026. അപ്പം അടുത്തൊരു നല്ല വീഡിയോയിൽ ഞാൻ വരുന്നവരെ ബൈ.